മനുഷ്യ സമയം പോകുന്നത് നമ്മൾ തിരിച്ചറിയുന്നത് ഓരോ കാലഘട്ടത്തെ തിരിച്ചറിയുമ്പോഴാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം മുമ്പ് നമ്മൾ എന്തായിരുന്നു, 10 വർഷം എന്ന് പറയുമ്പോൾ വലിയ സംഭവമായിട്ട് പറയുമ്പോൾ നമ്മൾ വലിയ രീതിയായിട്ട് ചിന്തിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, 10 വർഷം മുമ്പ്, അതായത് ഏതാണ്ട് ഒരു 10 വർഷം, കൃത്യമായി പറയുന്നത് ദിവസം 10 വർഷം മുൻപ് മെയ് 29, അതായത് 2015 മെയ് 29 ഒരു സിനിമ ഇറങ്ങി. അതിന്റെ പേരാണ് പ്രേമം. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ 10 വർഷം കഴിഞ്ഞു എന്നത്? സത്യത്തിൽ അത് നമ്മളുടെ ഒരു പ്രായം അല്ലേ, നമ്മുടെ വളരെ ചോരത്തിളപ്പുള്ളൊരു പ്രായം. 90s കിഡ്സ് പ്രത്യേകിച്ച് നമ്മള് സെയിം ഏജ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 20-21 വയസ്സിലുള്ള ഒരു സമയത്ത് ഒരു സിനിമ ഇറങ്ങുന്നു. ആ സിനിമ ഇപ്പോഴും പറയുമ്പോഴും ഇന്നിറങ്ങിയ ഒരു ഫീലിലുള്ളൊരു സിനിമ. ആ സിനിമ ഇറങ്ങിയിട്ട് 10 വർഷമായെന്ന് ഇന്ന് ആണ് ഓർക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ നമുക്ക് ഏജ് കൂടുന്നതായിട്ട് ഇപ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആക്ച്വലി ഇന്ന് മനോരമയിലെ റിപ്പോർട്ട് കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് 10 വർഷം. ഞാൻ അതായത് അന്നത്തെ ദിവസം എന്റെ ദിവസങ്ങൾ എനിക്ക് സിനിമയിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഓർമ്മ വരും. ഞാൻ അന്ന് ടെക്നോ പാർക്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴാണ് അവിടെ ഒരു ചർച്ച ഉണ്ടാവുന്നത്. 2 പിള്ളേർ പറയുന്നത് സിനിമ ഇറങ്ങുന്നുണ്ട്, നിവിൻ പോളിയുടെ സിനിമയായിരുന്നു. ട്രെയിലർ ഒന്നും ഇറങ്ങിയിട്ടില്ല, സിനിമ ഒന്നുമില്ല, ഒരു വേർഡിൽ സിനിമ ആകെ ക്ലിക്ക് ഒരു അഡ്രസ് ഉള്ളത് പറയുമ്പോൾ നിവിൻ പോളിയുടെ സിനിമ. നിവിൻ പോളിയുടെ ആ സമയത്ത് ഒരുവിധം ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സിനിമകളായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് സിനിമകളുണ്ടായിരുന്നു, വടക്കൻ സെൽഫി, അതുപോലെ തന്നെ 1983 ഒക്കെ ഹിറ്റായി നിൽക്കുന്ന സമയത്തായിരുന്നു. അങ്ങനെ അടുപ്പിച്ച ഒരു നായകന്റെ സിനിമ ഹിറ്റാകുമ്പോൾ അടുത്ത സിനിമയ്ക്ക് ഒരു പ്രതീക്ഷ വരും. ആ ഒരു ലേബൽ മാത്രം. അൽഫോൺസ് പുത്രൻ എന്നൊരു പേരുണ്ട്, നേരം ഹിറ്റുന്ന സിനിമയായിരുന്നു. ഈ ഒരു 2 ഇത് വെച്ചിട്ടാണ് ആളുകൾ സിനിമയ്ക്ക് കയറിയത്. പിന്നെ നായിക അന്ന് ഫസ്റ്റ് ക്ലിക്ക് ആയതിരിക്കുന്നു മറ്റേ അനുപമ പരമേശ്വരൻ. പ്രത്യേകിച്ച് ആ പാട്ടുണ്ടായിരുന്നു, പാട്ടുണ്ടെങ്കിൽ ആലുവ പുഴയുടെ തീരത്ത് ആ പാട്ട്. അപ്പം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഒട്ടും പരിചിതമല്ലാത്തൊരു ട്രീറ്റ്മെന്റും സിനിമയ്ക്ക്. ഏതാണ്ട് 17 പുതുമുഖങ്ങൾ എന്നാണ് അതിനകത്ത് അഭിനയിച്ചത്. അന്ന് ആലോചിക്കുക, അതിനകത്ത് ഇന്ന് നമ്മൾ കാണുന്ന പലരും പ്രേമത്തിലൂടെ ഉണ്ടായതാണ്. സായി പല്ലവി നോക്കൂ, പാൻഡിയ സ്റ്റാർ, അതുപോലെ തന്നെ അനുപമ പരമേശ്വരൻ പാൻഡിയ സ്റ്റാർ. അപ്പൊ തെലുങ്കിലും തിരക്കില്ലാത്ത ഭയങ്കര തിരക്കുള്ള നടി കൂടിയാണ്. എനിക്ക് എന്തൊരു പേഴ്സണലായിട്ട് പറയുന്നത്, അനുപമ എന്റെ ജൂനിയർ ആണ്. അപ്പൊ അനുപമ ആ സമയത്ത് പ്രേമം ഇറങ്ങുന്ന സമയത്ത് അനുപമയുടെ ഈ മുടി അത് ഓൾറെഡി കോളേജ് ക്യാമ്പസിൽ ഭയങ്കര ഹിറ്റായൊരു മുടിയായിരുന്നു. നേരെ തിരിച്ചു വരുമ്പോഴത്തേക്കിന് അത് സിനിമയിലും അതായിരുന്നു പുള്ളിക്കാരുടെ ഐഡന്റിറ്റി ആയിരുന്നു. അതാണ് വലിയ എന്ന് വെച്ചാൽ ആ മുടി ഭയങ്കര ഉള്ളുള്ളൊരു മുടിയാണ്. ഇപ്പൊ ആ സ്റ്റൈലൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി. അത്രയും മുടിയുള്ള ഈ കുട്ടി ആരാണെന്നുള്ളത് അവരെ മാത്രമേ ഉള്ളൂ. ഈ പോസ്റ്ററുകളിൽ മലർമിസോ മഡോണയോ ആരുമില്ലാത്ത ഒരു സിറ്റുവേഷൻ. അപ്പം ഓരോ സമയങ്ങളിൽ ഇപ്പോൾ അതിലെ പാട്ടുകളായിക്കൊള്ളട്ടെ, നമുക്കൊരിക്കലും എന്താ പറയുക ഭയങ്കര വിഷമമുള്ള, അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു കൗമാരപ്രായം, നമ്മുടെ യൗവനം, ആ യൗവനത്തിൽ 2 സ്റ്റേജുകൾ കാണിക്കുന്നു. അതായത് ഒരു യങ്സ്റ്ററുടെ ഇമ്മെച്യൂരിറ്റിയിൽ നിന്നും ഒരു മെച്യൂരിറ്റിയിലേക്കുള്ള ട്രാവൽ, അത് വളരെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസിലൂടെ അത് നിവിൻ പോളി അത് വളരെ ഒരു ചെറുപ്പക്കാരന്റെ അതുപോലെ തന്നെ ഒരു നമ്മളുടെ പ്രായത്തിലുള്ള ഒരാളുടെ 2 ടൈപ്പ് ഓഫ് ഇതിൽ നിവിൻ പോളി ആ കഥാപാത്രത്തെ ക്യാരി ചെയ്യുന്നു. അതിൽ എനിക്ക് വരുന്നത് ജോർജ് എന്ന് പറയുന്ന കഥാപാത്രം എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള വളരെ കോമൺ മാൻ ആയിട്ടുള്ള. എന്നാൽ കഥ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഥയുണ്ട്. എന്നാൽ അങ്ങനെ എടുത്തു പറയാൻ വലിയൊരു പറയുന്ന പോലെ ഒരു സീരിയസ് സിനിമയുടെ ഇതുപോലെ എനിക്കൊന്ന് ഒരിക്കൽ അതിൻ്റെ വലിയൊരു വിവാദം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിൻ്റെ പൈറേറ്റഡ് കോപ്പി വരുന്നു. ഒരുപക്ഷെ അതില്ലായിരുന്നെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആവേണ്ട ഒരു സിനിമയായിരുന്നു സത്യത്തിൽ. അതെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ആ സമയത്തായിരുന്നു ഒരു കറുത്ത ഷർട്ടും വെള്ളമുണ്ടും. അയ്യോ, സാധാരണ ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്റെ വീട്ടിലടക്കം പറഞ്ഞിട്ട് കറുത്ത ഷർട്ട് അങ്ങനെ ഒന്നും ഇടാൻ പാടില്ല, നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇടാൻ പാടില്ല. ഇപ്പൊ പിന്നെ അതിനുശേഷം ഓണത്തിനും കല്യാണത്തിനും എവിടെ പോയാലും കറുത്ത ഷർട്ടും വെള്ളമുണ്ടും മ്യൂസിക്കും ഉണ്ട്, കണ്ണ്. പക്ഷെ അതൊരു ട്രെൻഡായി മാറുന്നു. ഓണാഘോഷങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് മടുത്തൊരവസ്ഥയായിരുന്നു. അത് മാത്രല്ല താടി വളർത്തി മുടി ചീക്കി ഒതുക്കി ഒരു ജോർജ് സ്റ്റൈൽ എല്ലാവരും അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു ഡിമാൻഡ് മാത്രമല്ല, അതിനകത്ത് തന്നെ വിവാദത്തിന്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം, അതിനകത്ത് പ്രിയദർശന്റെ ഒക്കെ പേര് അതിനകത്ത് കടന്നു വരുന്നു. മോഹൻലാൽ പ്രിയദർശൻ ഒരു തിരുവനന്തപുരം ലോബിയാണ് അതിനിടയിൽ വർക്ക് ചെയ്യുന്നു. അതിനെ പിൻപറ്റി ഓപ്പറേഷൻ ജാവ അതിനകത്ത് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെ പ്രേമം എന്ന് പറയുമ്പോഴത്തേക്ക് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് റിലേറ്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ പ്രായം നമ്മളിപ്പോ തന്തവീപിലൊക്കെ ആയാൽ പോലും നമ്മളൊരു ഓർമ്മകളൊക്കെ ആലോചിച്ച് നോക്കുക. നമ്മളത് സംസാരിക്കുന്നത് തന്നെ നമ്മള് ഭയങ്കര ഒരു യങ് ബ്ലഡ് ബോഡി കയറിയുള്ള ഒരു ഫീലാണ് എനിക്ക്. അതിനകത്ത് സായി പല്ലവി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ എടുത്തു പറയണം. മലയാളം അറിയില്ലാത്ത തമിഴ് മാത്രം സംസാരിക്കുന്ന സായി പല്ലവിനെ ഡെബ്യൂ ആണ് ആ പടം. അപ്പൊ അങ്ങനെ വരുന്ന ഒരാള് പിന്നെ മലർമിസ് മാത്രം ചർച്ചയാവുന്ന
ഒരു ഗായിക മാത്രമായിരുന്ന മഡോണ ഒരു സീരിയസ് റോളിലേക്ക് വരുന്ന, സായി പല്ലവി വളരെ മെച്ചുവർഡായിട്ട് സംസാരിക്കുക, സീനിയറായി നമ്മുടെ ടീച്ചറിനോട് തോന്നുന്ന ഒരു പ്രണയത്തെ അഡ്രസ്സ് ചെയ്യുന്ന, അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആവുന്ന, അതുപോലെ പാട്ടുകൾ വളരെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കൂടി വരുന്ന. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ആ സിനിമയിലെ ഡയലോഗുകൾ. ജാവ സിമ്പിളാണ് പക്ഷെ പവർഫുൾ ആണ്. അതെ, വിനയ് ഫോർട്ടും സൗബിനും ഒക്കെ ചേർന്നുള്ള കോംബോ സീനുകൾ, ഒട്ടും വെറുപ്പിക്കാത്ത തമാശകൾ കൂടി വരുന്ന ഒരു കാര്യം നമുക്കതിനകത്ത് കാണാൻ പറ്റും. ചട്ടക്കൂടുകൾക്ക് അപ്പുറം, അതായത് ഒരു സ്ക്രിപ്റ്റഡ് പോലെ അതിനകത്ത് അല്ല. നമുക്ക് ആ സിനിമ കാണാൻ പറയാം കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ. എല്ലാരും സാധാരണ സംസാരിക്കും പോലെ ക്യാമറ ആംഗിളുകൾ നോക്കുക, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ആംഗിൾ അല്ല അതിനകത്ത്. എല്ലാം ഷേക്ക് ഉണ്ട്. നമ്മളെ സാധാരണ കളർ ഗ്രേഡിങ് ആയാലും ആ രീതിയിലായിരുന്നു അത് ട്രീറ്റ് ചെയ്തത്. അതൊന്നും പിന്നെ ഉണ്ടായില്ല. അതിനുശേഷം ഉണ്ട് പിന്നെയുള്ള ഷോർട്ട് ഫിലിമുകൾ, അതുപോലെ തന്നെ സേവ് ദ ഡേറ്റ് എല്ലാം പ്രേമമയമായിരുന്നു. അതിനൊരു റെഫറൻസ് ആക്കി ഉണ്ടായതാണ് പിന്നെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേമം അതിന്റെ സ്റ്റൈൽ പിടിച്ച് ഷോർട്ട് ഫിലിമുകൾ വരുന്നു, സേവ് ദ ഡേറ്റ് വരുന്നു, പിന്നെ വരുന്ന സിനിമകൾ പോലും പ്രേമം മാതൃകയിൽ വരുന്നു. കഥ വേണ്ട, ട്രീറ്റ്മെന്റിലുള്ള. പക്ഷെ ആ ഒരു സിനിമ പ്രേമം മാത്രമേ വരുള്ളൂ. അതിനപ്പുറം ഒരു സിനിമ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ബട്ടർഫ്ലൈ. പക്ഷെ അതിനുശേഷം വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, അതല്ല ശരത്താനന്ദ, എനിക്കൊരു കാര്യം പ്രേമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈങ്കിളി ആയിട്ടുള്ള ഒരു വേർഡായിട്ടാണ് പൊതുവിൽ കണ്ടിരുന്നത്. പക്ഷെ പ്രേമം എന്ന് പറയുന്ന വേർഡ് അത്ര പൈങ്കിളി ഒന്നും അല്ല എന്നൊരു എസ്റ്റാബ്ലിഷ്മെന്റ് കൂടി വരുന്ന സത്യത്തിൽ ഈ സിനിമ കൊണ്ട്. പ്രേമം മലയാള ഇൻഡസ്ട്രിയുടെ തന്നെ തലവര മാറ്റുന്നു. കാരണം ഇത് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ ഓളം വേണം തെലുങ്കില്. പക്ഷെ അവിടെ പോലും തമിഴ്നാട്ടിൽ റീമേക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇനി ഒരു മഞ്ഞമ്മൽ ബോയ്സ് ഇറക്കത്ത പോലെയാണ് അവിടെ പ്രേമം. അതെ, അങ്ങനെ സംഭവം തെലുങ്കിന് പക്ഷെ റീമേക്ക് ചെയ്തു. അത് 8 നിലയിൽ പൊട്ടി അവിടെ. കാരണം അത് നിവിൻ പോളിയും അതുപോലെ തന്നെ നാഗചൈതന്യമായിട്ട് കമ്പയർ ചെയ്ത് അവിടെ നിവിൻ പോളിക്ക്, അവിടെ പോലും നിവിൻ പോളിക്ക് ഫാൻസ് വലിയ രീതിയിൽ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് പ്രേമം മാറിയ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. ഒട്ടും വെറുപ്പിക്കാത്ത അല്ലെ. ഇപ്പം ആൺ സുഹൃത്തുക്കളുടെ ഒരു ഹോസ്റ്റൽ ലൈഫും അവർ വീടെടുത്ത് തന്നെ താമസിക്കുമ്പോൾ ഉള്ള ഒരു ചർച്ചകളും അതിനുള്ളിൽ അവരെത്ര സിമ്പിളായിട്ടുള്ള, അതായത് എനിക്കതിനകത്ത് റിലേറ്റഡ് ആയൊരു സാധനം, അവരവരുടെ യങ് ആയിട്ടുള്ള സമയത്ത് പറയുന്ന സീരിയസ് ആവുന്ന വിഷയങ്ങളും ഒരു പ്രായമാകുമ്പോൾ ആ ഒരു മാറ്റങ്ങളുണ്ടല്ലോ, ആ മാറ്റങ്ങൾ അതുപോലെ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഫോർട്ട് കൊച്ചി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരു ട്രിപ്പിന് പോയപ്പോൾ അന്ന് ഈ കഫേ അഗാപ്പെ എന്ന് പറഞ്ഞ അവരുടെ കഫേയുടെ ഫ്രണ്ട് ചെന്നപ്പോൾ പ്രേമത്തിലെ നിവിൻ്റെ കഫേ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുമ്പോൾ അപ്പോഴും നമ്മൾ അറിയുന്നില്ല ഇത് ഇറങ്ങിയിട്ട് 10 വർഷമായി എന്നുള്ളത്. ഇന്നതിൻ്റെ 10ാം വാർഷികം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ 30 വയസ്സുകളിലേക്ക് എത്തി, 30s ക്ലബ്ബിൽ കയറി, എന്താ പറയുക, 2K കിഡ്സ് നമ്മളെ തള്ളവൈബും തന്തവൈബും ആയി എന്ന് പറഞ്ഞ ഒരു സമയത്ത് ഞങ്ങളത് ഇങ്ങനെ അല്ലായിരുന്നു എന്ന് പറയാൻ പ്രത്യേക ഒരു കാര്യം കൂടെ ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മഴയത്ത് നമ്മൾ ആ ടിക്കറ്റ് കിട്ടാതെ, ഞാൻ ഫസ്റ്റ് ഷോ സാധാരണ എപ്പോഴും കാണാറുണ്ട് ഇങ്ങനത്തെ സിനിമകൾ. പക്ഷെ അന്ന് എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂകളോട് കാണാൻ പറ്റില്ല. എങ്കിൽ പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിന് ശേഷം ടിക്കറ്റ് 2 പ്രാവശ്യം പോയിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ അതിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ച് കണിയാപുരം ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ അവിടെ പോയി കാണേണ്ട അവസ്ഥ. അന്ന് പോലും ഈ ടിക്കറ്റ് കിട്ടാൻ അടിയാണ്. അന്ന് ബുക്ക് മൈ ഷോ ഒന്നും അത്രയും വലിയ രീതിയിൽ അന്ന് നമ്മളെ തള്ളി കയറി ഇടയിൽ കയറി ഈ ഉടുപ്പൊക്കെ ലാസ്റ്റ്, അതായത് തിയേറ്ററിനകത്ത് പിഴിഞ്ഞ് മഴയൊക്കെ തന്നെ കിട്ടും. അങ്ങനെ ഒരു രീതിയായിരുന്നു പണ്ടത്തെ സിനിമ കാണാൻ. അങ്ങനെയാണല്ലോ. പിന്നെ നമ്മളെക്കാളും കുറെ അതിനു മുമ്പേ അറിയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് ഈ സിനിമ കാണുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതും സിനിമയുടെ ഒരു രീതി മാത്രമല്ല, ഈ പ്രേമം തന്നെ ഒരുപാട് ദുരന്തങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് മനുഷ്യക്ക് അറിയാമോ? എനിക്കത്ര ഒരുപാട് ദുരന്തം മീൻസ് ദുരന്തം എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരുപാട് എന്താ പറയാനാണ്, അൽഫോൺസ് പുത്രനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പിന്നെ അളന്നത് എല്ലാവരും പ്രേമത്തിന്റെ സംവിധായകർ. പിന്നെ അൽഫോൺസ് പുത്രനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ, പ്രേമത്തിനേക്കാൾ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന സിനിമയായിട്ട് വരേണ്ടി വരും. നിവിൻ പോളിയെ സംബന്ധിച്ച് അതുപോലെ കമ്പയർ ചെയ്യും. ഇപ്പൊ നമുക്ക് അന്യൻ കൊണ്ട് വിക്രമിനായിട്ട് ഒരു ഒരു ഇമേജ് ബ്രേക്കിംഗ് ഉണ്ട്. അന്യനേക്കാൾ മികച്ച അടുത്ത സിനിമ. അപ്പൊ ഇതുവരെ അതിനെ പറ്റിയിട്ടില്ല. അതുപോലെയാണ് ഈ നിവിൻ പോളിക്ക് പ്രേമം കഴിഞ്ഞ് അടുത്തിറങ്ങിയ സിനിമയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു എന്നുള്ളത്. അപ്പൊ എല്ലാവരും കമ്പയർ ചെയ്ത് പ്രേമം വെച്ചായിരുന്നു. അതുകൊണ്ട് ആക്ഷൻ ഹീറോ ബിജു തിയേറ്ററുകളിൽ വലിയ ചർച്ചയായില്ല. പക്ഷേ അത് ഇപ്പം DVD ഒക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വീടുകളിൽ ടിവിയിൽ പ്രദർശിപ്പിക്കുന്ന സമയപ്പോ വലിയ രീതിയിൽ ഹിറ്റായി. അതുപോലെ തന്നെ അതിലെ പല താരങ്ങളും എല്ലാവരും പ്രേമം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അത് കാരണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അൽഫോൺസ് പുത്രൻ അതിനുശേഷം ഒരൊറ്റ സിനിമ എടുത്തിട്ടുള്ളൂ, ഗോൾഡ് എന്ന സിനിമ. അത് പക്ഷേ
വിചാരിച്ച പോലെ ആയതുമില്ല. പക്ഷേ ആ സിനിമ കൊള്ളില്ലായിരുന്നു. അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിമാൻഡ് അത്രയും ഉണ്ടായിരുന്നു. ഗ്യാങ് എല്ലാവരുമേ അവരെല്ലാം ഇൻഡിവിജ്വലി കഥാപാത്രങ്ങളൊക്കെ ക്യാരി ചെയ്യാനുള്ള നായക നടന്മാരായി വരുന്ന കാഴ്ചകളാണ് നമ്മൾ പണ്ടേ കണ്ടത്. ജോർജിന്റെ ആ ഒരു ഗ്യാങ്ങിലുള്ള എല്ലാവരും. പിന്നെ നിവിൻ പോളിയുടെ ഗ്രാഫ് അങ്ങ് ഭയങ്കര ഡിമ്മായി പോയി ഉള്ളൊരു സാഹചര്യം. കഥാപാത്രങ്ങൾ എടുക്കുന്നത് കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഒരു കരിയർ ബ്രേക്ക് പ്രശ്നമാണ്. എപ്പോഴും പ്രേമം ഒരു ഇതായതുകൊണ്ട് തന്നെ പിന്നീട് പിന്നെ അതിനുശേഷം ഹിറ്റുകൾ ഉണ്ടായെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു പ്രേമം ഉണ്ടാക്കിയ ഒരു ഇതുണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ അൽഫോൺസ് പുത്രന്റെ കാര്യം അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരുപാട് പേരുടെ ഓഫറുകൾ കാണും. കാരണം അത്രയും വലിയ ഹിറ്റായ ഒരു സിനിമയ്ക്ക് വലിയ ഓഫറുകൾ എന്തായാലും ഉണ്ടായിരുന്നു. അതൊക്കെ നിരസിച്ച് അപ്പോഴും ആലോചിച്ച് നോക്കുക, അതിന്റെ മെന്റൽ പ്രഷർ ആലോചിച്ച് നോക്കുക. ഇതിനെക്കാട്ടിലും മികച്ച സിനിമ അല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പരാജയമാണെങ്കിൽ തന്റെ കരിയറിനെ തന്നെ ചോദ്യം ചെയ്യും. അത് മാത്രമല്ല ഭാഗ്യം കൊണ്ട് ഹിറ്റ് നേടിയൊരു ഹിറ്റ് എന്നുള്ള രീതിയിൽ വാഴ്ത്തപ്പെടും. ആ രീതിയിലൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ അത്രയും മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ഇതിൽ കടന്നുപോയിട്ടുള്ളത്. എന്തായാലും പ്രേമം എന്ന സിനിമ നമ്മൾ എല്ലാം കൊണ്ട് നമ്മൾ ആലോചിക്കും. 10 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോഴും അത്ഭുതം തന്നെയാണ്. അത് ഞെട്ടലോടെ തന്നെയാണ് അത് ഇപ്പോഴും നമ്മൾ ഞെട്ടലോടെ തന്നെയാണ് ആ വാർത്ത എന്ന് കണ്ടത്.